ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഇത് എന്താ പറയുക, ക്യാരറ്റ് കൊണ്ട് ഒരു ഹലുവ പോലെ ഉണ്ടാക്കാം. ക്യാരറ്റും അരിമാവും ഒക്കെ കൂടി ചേർത്തിട്ട് ഇതാണ്ട ക്യാരറ്റ് കണ്ടില്ലേ, ഇങ്ങനെ നുറുക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ കുക്കറിലിട്ടിട്ട് വേവിക്കാം. ഒന്നും കൂടി ഉണ്ട്, 5 എടുത്ത് 4 എടുത്തു. അപ്പോൾ ഇതും കൂട്ടിയിട്ട് 5. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് 1 ഗ്ലാസ് പാൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 4 ഏലക്കായി അത് ഇട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 1 2 3 4 5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് മക്കളെ. ഇനി നമുക്ക് ഇതിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിപ്പൊടി ഇതിലിട്ട് കൊടുക്കാം. ഇതിൽ ഓൾറെഡി നമ്മൾ മധുരം ഇട്ടിട്ടുണ്ട്, ഏലക്കായി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് നല്ല പോലെ, അല്ലേ പറഞ്ഞാൽ അടിയിൽ അങ്ങനെ കട്ടക്കുത്തി കിടക്കില്ലേ, ഇങ്ങനെ ഇളക്കിയിട്ട് ഒരുമാതിരി ആകുമ്പോൾ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് നമുക്കിത് ആവിയിലാണ് വേവിക്കുന്നത്. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമുക്കിതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ആവി വന്നിട്ട് വേകട്ടെ. വേകുമ്പോൾ ഇനി ഒരു ലെയർ വേറെ ഞാൻ ഒഴിച്ചു കൊടുക്കാണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ലെയറും കൂടി ഉണ്ട് പറഞ്ഞില്ലേ, അത് ഇതാ ഇങ്ങനെ 1 ഗ്ലാസ് പാലിൽ അരിപ്പൊടി ഇതാക്കിയിട്ട് അതിൽ നമുക്കിത് അരിപ്പൊടി കലക്കിയിട്ട് മിക്സിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് അടിച്ചെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അടിച്ചെടുത്തിട്ട് അതിൽ ഒഴിക്കുന്നത് കാണാം. മക്കളെ നമ്മൾ ഇത് തുറന്ന് നോക്കിയിട്ട് വെന്തോന്ന് നോക്കാം.
ഇത് വെന്തിരിക്കണമല്ലോ, വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് എന്താ പറയുക, ഒരു ഗ്ലാസ് പാലിൽ അരിപ്പൊടി, ഏലക്കായി, പഞ്ചസാര. ഇനി ഇത് നമുക്ക് ഇതിന് മേലെ ഒഴിച്ചു വെക്കാം. ഇനി അത് വെന്ത് വരട്ടെ. അപ്പം മക്കളെ ഇതിന്ന് എടുത്തു വിട്ടാ. ഇത് കണ്ടില്ലേ, ഇത്രേ ആയിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, അധികം ഒട്ടിയിട്ടൊന്നുമില്ല, ഇത്ര തന്നെ ഒട്ടിയിട്ടുള്ളൂ. പിന്നെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതങ്ങനെ ഒരു സൈഡ് ഇത്തിരി അതിങ്ങനെ കനല്ലാണ്ടായി. ഇവിടെ ഇങ്ങനെ കനല്ലാത്ത പോലെയായി, ഇവിടെ ഇത്തിരി കട്ടി പോലെയായി. അത് ഇഡ്ഡലി ചെമ്പ് ഇങ്ങനെ ചരിഞ്ഞിട്ടിരുന്നു, അതിലാണ് അങ്ങനെ ആയത്. അപ്പോൾ ഇത് നമുക്ക് ഇനി മുറിച്ച് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി മക്കളെ. ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ അറിയുള്ളൂ. കണ്ടില്ലേ, അങ്ങനെ ഇത്രയും ബലം ഉണ്ടാവില്ല. മറ്റേ ഇതില്ലേ, എന്താ പറയുക, കോൺഫ്ലവർ പൊടി അതിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോഴേക്കിനും നമുക്കിങ്ങനെ മുറിച്ചിങ്ങനെ എടുക്കാൻ പറ്റും. വേണ്ടില്ല, ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയറാക്കി കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ അമർത്തി കൊടുത്താൽ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരും. യൂട്യൂബ് ചാനലിൽ, നിങ്ങളുടെ യൂട്യൂബ് ഇതിൽ വരും. യൂട്യൂബ് നിങ്ങളുടെ ഫോണിലേക്ക് വരും. അത് എന്താ പറയുക, നോട്ടിഫിക്കേഷനായി വരും വീഡിയോസ്. അപ്പോൾ നിങ്ങളത് കാണുക. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യേ കേട്ടോ. അസ്സലാമു അലൈക്കും.